UDFന് 9 വിമതരാണ് കൊച്ചി കോർപ്പറേഷനിൽ ഭീഷണി ഉയർത്തുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഗിരിനഗർ, പാലാരിവട്ടം, ചുള്ളിക്കൽ ഡിവിഷനുകളിൽ വിമതർ പത്രിക പിൻവലിച്ചിട്ടില്ല. BJPക്കും മുസ്ലിം ലീഗിനും വിമത ഭീഷണിയുണ്ട്. ചിറലായി ഡിവിഷനിൽ ശ്യാമള എസ് പ്രഭു BJP വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിപിൻ, എന്താണ് കൊച്ചിയിലെ മത്സര ചിത്രം? അവിടെയും ഈ പറയുന്ന കഴിഞ്ഞ തവണയൊക്കെ കടുത്ത പോരാട്ടം നടന്നതാണ്. ഈ വിമതരായി ജയിച്ചു വന്നവരുടെയൊക്കെ പിന്തുണ കൊണ്ട് ഇടതുമുന്നണിയും ഭരണം നിലനിർത്തി പോയ 5 വർഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ വിമതർ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം പരിശോധിച്ചാൽ എന്താണ് ഇത്തവണത്തെ അവിടുത്തെ പശ്ചാത്തലം? ഇപ്പോൾ വിമതരായി മത്സരിക്കുന്നവരെ പുറത്താക്കുമെന്ന് DCC അധ്യക്ഷന്റെ പ്രസ്താവന കൂടി വരുന്നുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ് വിപിൻ? അതെ വിജയകുമാർ, ഇപ്പോൾ DCC അധ്യക്ഷൻ തന്നെ ഇന്നലെ അടക്കം പറഞ്ഞിരുന്നു ഈ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയില്ല, അവരെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഇപ്പോൾ മത്സരചിത്രം തെളിയുമ്പോൾ അത്തരം ഒരു വലിയ രീതിയിലുള്ള ഒരു അനുനയ ശ്രമങ്ങളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രധാനമായും ഒരു 4 ഡിവിഷനിലെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഭീഷണി, അതായത് ആ മത്സരത്തിന്റെ ഫലത്തെ തന്നെ സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള ഒരു ഭീഷണിയായിട്ട് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് കൊച്ചി കോർപ്പറേഷനിലെ ഡിവിഷനുകളിലെ അതായത് ഗിരിനഗറിൽ മാലിനി കുറുപ്പ്, മിനിമോൾക്കെതിരെ ജോസഫ് അലക്സ്, അതേപോലെ തന്നെ ചുള്ളിക്കൽ ഡിവിഷനിൽ ബാസ്റ്റിൻ ബാബു, മാനശ്ശേരി ഡിവിഷനിൽ സോഫിയ രാജു, മുണ്ടംവേലിയിൽ ആഷ്ലി തുടങ്ങി പ്രധാന മത്സരം കാഴ്ചവെക്കും ഈ പ്രദേശങ്ങളിൽ ഡിവിഷനുകളിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രമുള്ളത്. മാലിനി കുറുപ്പിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ ഇന്നലെ വരെ വളരെ തിരക്കിട്ട ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് വിജയം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിത്രം. അങ്ങനെ ഈ കോർപ്പറേഷനിൽ മാത്രം 9 വിമതർ രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതുമുണ്ട്. ഒപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ 4 വിമതർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച് കയറിയത്. അവരുടെ പരത്തിൽ ഒരു അധികാരം LDFന് പിടിക്കുന്ന സാഹചര്യം അത് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കും എന്നുള്ളതായിരുന്നു UDFന്റെ ഒരു കണക്കുകൂട്ടൽ. അതിനാണ് ഇപ്പോൾ ഒരു വലിയ ഭീഷണിയായിരിക്കുന്നത്. മറ്റൊന്നുള്ളത് പ്രധാനമായിട്ടുള്ള ആലങ്ങാട് ഡിവിഷനിലും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കടമക്കുടി ഡിവിഷനിൽ നിന്നുള്ള 2 പത്രികകളാണ് തള്ളിയിരിക്കുന്നത്. ഈ 2 സ്ഥലത്തും അവർക്ക് ഡമ്മി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു തിരിച്ചടി നിൽക്കുന്നു. അത് നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് DCC പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വിമതരെ വേണ്ടത്ര കാര്യമായിട്ടുള്ള ഒരു അനുനയിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ മത്സരം കടുക്കും എന്നുള്ളത് തീർച്ചയാണ്. മറ്റൊന്നുള്ളത് ചെർലായി ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPയുടെ വർഷങ്ങളായി അവിടെ കൗൺസിലറായിട്ട് നിന്നിരുന്ന ശ്യാമള എസ് പ്രഭു ഇപ്പോൾ അവിടെ സ്വതന്ത്രയായിട്ട് മത്സര രംഗത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു BJPക്ക് ഒരു വിമത ഭീഷണി അവർ ഉയർത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും LDFൽ എടുത്തു പറയേണ്ടത് നിമിഷ രാജു മത്സരിക്കുന്ന പറവൂരിലെ കെടാമംഗലം ഡിവിഷനാണ്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കെടാമംഗലം ഡിവിഷനിലേക്ക് മുൻ CPI നേതാവ് അവിടെ മത്സരിക്കുന്നു നിമിഷ രാജുവിനെതിരെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തന്നെ ഒരു ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ജില്ലയിലെ തന്നെ ഒരു പൊതുചിത്രമായിട്ട് വരുന്നത്. അതിൽ കൂടുതലായിട്ടൊരു തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിലവിൽ UDFനാണ്. വിജയകുമാർ, യെസ്, UDFന് വലിയ വിമത ഭീഷണിയുണ്ട് കോർപ്പറേഷനിൽ. തന്നെയുമല്ല, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2 ഡിവിഷനിൽ അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളി, അവിടെ ഡമ്മി സ്ഥാനാർത്ഥിയില്ല. കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അവരുടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളി, അവിടെയും ഡമ്മി സ്ഥാനാർത്ഥിയില്ല. അത്തരം വലിയ പ്രതിസന്ധി കൂടി എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് UDF നേരിടുന്നുണ്ട്. അതിനിടെയാണ് കോർപ്പറേഷനിൽ ഈ വിമതർ ഉയർത്തുന്ന വെല്ലുവിളിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.